ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഞാനിന്നൊരു യാത്ര പോവുകയാണ്. വിഴിഞ്ഞം ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് ഈ യാത്ര. അങ്ങോട്ടേക്ക് ഇപ്പോൾ ബസ്സുണ്ടോ എന്ന് നമുക്ക് തിരക്കാം. ആഴിമലയ്ക്ക് ബസ്സുണ്ട്. ഈ കാണുന്ന സിറ്റി ബസ് ആഴിമലയ്ക്കുള്ളതാണെന്നാണ് പറഞ്ഞത്. നമുക്കതിൽ കയറാം. തമ്പാനൂരിൽ നിന്നും ആഴിമലയ്ക്ക് 30 രൂപയാണ് ബസ് ചാർജ്. ആഴിമല ക്ഷേത്ര കവാടത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ ബസ്സിറങ്ങി. ഇവിടെ നിന്നും ഏകദേശം 800 മീറ്റർ നടന്നാൽ നമുക്ക് ക്ഷേത്രത്തിലെത്താം. ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുമ്പോൾ വഴി തെറ്റാതിരിക്കുവാൻ അവിടെ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന ആനവണ്ടി ക്ഷേത്രനടയിൽ വരെ വന്നു പോകുന്ന വണ്ടിയാണ്. അത് കാട്ടാക്കടയിൽ നിന്നും വരുന്ന വണ്ടിയാണ്. ക്ഷേത്രത്തിൽ വന്ന് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ക്ഷേത്ര സന്നിധിയിലെത്തി. ഇതാണ് ആഴിമല ശിവക്ഷേത്രം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണിത്. പല ദേശത്തു നിന്നും പല ഭാഷകളിൽ നിന്നും ഇവിടെ ഭക്തജനങ്ങൾ എത്താറുണ്ട്. ക്ഷേത്രത്തിലെ നട അടച്ചതിന് ശേഷം ദർശനം നടത്തണമെങ്കിൽ 20 രൂപ പാസ് എടുക്കണം. പാസ് എടുത്ത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ തന്നെ കാണാം മഹാദേവന്റെ 18 മീറ്റർ ഉയരമുള്ള ഗംഗാധരേശ്വര സ്വരൂപത്തിലുള്ള ഒരു മനോഹരമായ ഭഗവാന്റെ ശില്പം. അതാണ് അവിടുത്തെ പ്രധാന ആകർഷണവും. അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണിത്. ഇവിടെ ജാതിമത ഭേദമന്യേ വിശ്വാസികളായ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. 20 രൂപ പ്രവേശന പാസ് എടുക്കണമെന്ന് മാത്രം. വിഴിഞ്ഞം തുറമുഖത്തിനോടടുത്തുള്ള കടൽ തീരത്താണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ഗണപതിയും ശിവപാർവതിയുമാണ് ഉപദേവതകൾ. കടലിനോടും കുന്നിനോടും ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ ആഴിമല ശിവക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. ഈ കാണുന്ന കടൽ തീരത്തിൻ്റെ ഭൂരിഭാഗവും പാറകളാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കടൽ തീരമാണ് വിഴിഞ്ഞം കടൽ തീരം. ഈ കടലിൽ ഇറങ്ങുവാൻ ആരെയും അനുവദിക്കില്ല. അനുവാദം ലംഘിച്ച് ഇറങ്ങിയവരെല്ലാം അപകടത്തിൽ പെട്ടിട്ടുമുണ്ട്, മരണപ്പെട്ടിട്ടുമുണ്ട്. എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ 12 മണി മുതൽ ഉച്ചഭക്ഷണമുണ്ട്. അതിൻ്റെ വിഭവം കഞ്ഞിയും പയറും ഉപ്പിലിട്ട മാങ്ങ അച്ചാറും. നല്ല പ്രത്യേക രുചിയുള്ള ഒരു ഭക്ഷണമാണിത്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു കാഴ്ചയാണ് ഈ തൊട്ടികെട്ടൽ. സന്താന ഭാഗ്യത്തിന് വേണ്ടിയെന്ന് വിശ്വാസം.
ശില്പത്തിൻ്റെ താഴെയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയ കൂടിയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ എത്തിച്ചേരുവാനായി തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നതിന് ശേഷം വിഴിഞ്ഞം പൂവാർ പോകുന്ന ഏത് ബസ്സിൽ കയറിയാലും ഇവിടെ ഇറങ്ങാവുന്നതാണ്. എല്ലാവരും വരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.